സബീഷ് കുരുത്തിപ്പാലയുടെ 1001 കവിതകൾ ഭാഗം 11. സംബന്ധം. കാലത്തെ അവഗണിച്ച് സംയമനം പാലിക്കാതെയാണ് ഓരോ രാവും രജനിയെ പ്രണയാലിംഗനം ചെയ്തത്. അസംബന്ധം. അറിയാതെയാണ് പലപ്പോഴും പറഞ്ഞു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞത് പുതിയൊരു അനുഭവമായി പുതുലോകത്തെ സൃഷ്ടിച്ചപ്പോഴാണ്. അസംഭവ്യം. ഒന്നും അറിയാതെയാണ് അപ്രതീക്ഷിതമായൊരു യാത്ര ആരംഭിച്ചത്. ഒടുവിലാണ് തിരിച്ചറിഞ്ഞത് നഷ്ടങ്ങളൊക്കെയും മുൻകാലങ്ങളിലെ പ്രവൃത്തികളായിരുന്നുവെന്ന്. സ്വാതകം. രാഗങ്ങൾ പലപ്പോഴും പിറക്കുന്നത് മനസ്സുകളിൽ നിന്നാണ്. പിന്നെ പല്ലവിയും അനുപല്ലവിയും ചരണവും ചേർത്തൊരു വിജയ ഫോർമുല തീർത്തത് വയലിൻ്റെ വിലാപം. പ്രളയത്തിലകപ്പെട്ടപ്പോൾ നല്ലൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. അതുവരെ സമ്പാദിച്ചതെല്ലാം മടക്കിക്കൊണ്ടു പോകാനാണ് ജലം വന്നതെന്നുള്ള തിരിച്ചറിവ് പിന്നെയാണുണ്ടായത്. യുവഗാന്ധിയൻ. ഗാന്ധിയെ കണ്ടു കൊതിച്ചത് ചുമരിൽ തൂക്കിയ ചിത്രം കണ്ടായിരുന്നില്ല. സത്യാന്വേഷണത്തിൽ വായിച്ചെടുത്ത ഓരോ വാക്കുകളിൽ നിന്നും ജീവിതത്തെ തിരിച്ചറിഞ്ഞപ്പോഴാണ്. ഗാന്ധിസം. മനസ്സിൽ വായിച്ചെടുത്ത് വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് പകർത്തിയെടുത്തപ്പോഴാണ് പുതുഗാന്ധിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത്. ഗ്ലാഡിസം. മുഖമുണർന്നത് മനസ്സൊരു തുറസായ മൈതാനത്തെപ്പോലെ വരുന്നവരെയെല്ലാം സ്വീകരിച്ച് സ്വയമൊരു ത്യാഗിയായി തീർന്നപ്പോഴാണ്. മോഡിസം. കലങ്ങി മറിഞ്ഞു വന്നപ്പോൾ കുലുക്കമില്ലാതെ പ്രതിസന്ധിയിൽ ക്ഷമാശീലമായി തീർന്നപ്പോഴാണ് അധികാരത്തിൻ്റെ ചക്രങ്ങൾ തിരിഞ്ഞുകൊണ്ടിരുന്നത്. പ്രിസം. വശങ്ങളേറെയാണ്, എവിടേക്ക് തിരിഞ്ഞാലും ഒരുപോലെയാണ്. ഉള്ളിൽ പലതും ഒതുക്കിയത് ദുഃഖഭാരം കൊണ്ടാണ് എന്ന് തിരിച്ചറിവ് ഒരേ രൂപം കൊണ്ടായിരുന്നു. റിട്ടേൺ. തിരിച്ചു കിട്ടാത്തൊരു യാത്രയാണ് ജീവിതമെന്ന് തിരിച്ചറിഞ്ഞത് അബദ്ധങ്ങൾക്കിടയിൽ തെറ്റുകൾ സംഭവിച്ചപ്പോഴാണ്. കനകതാരകം. തിളങ്ങി തിളങ്ങി വിളങ്ങിയപ്പോഴാണ് ആഘോഷങ്ങൾക്കിടയിൽ സ്വയം മറന്ന് തെറ്റുകളിലൂടെ ഉയരങ്ങളിലെത്തിയത്. ഉണ്ണാവൃതം. വയറു നിറയെ ഭക്ഷണം വിളമ്പിയിട്ടും കഴിക്കാനാകാതെ എന്തിനാണ് നിങ്ങൾ ഭക്ഷണപ്രിയരെ കാണുമ്പോൾ അസൂയയോടെ തമ്മിൽ കലഹിച്ചത്. ആധ്യാത്മികം. താളമേറെ ഗ്രഹിച്ചാണ് ജീവിതത്തിലേക്ക് വന്നത്. പിന്നെ എപ്പോഴാണ് നിഴലിൻ്റെ സ്ഥാനം നഷ്ടമായി വെറുമൊരു ജഡമായി തീർന്നത്. നീർക്കോലി. തീരെ ചെറുതായിട്ടും പ്രതിരോധിക്കുമ്പോൾ ഉയർച്ചയായിരുന്നു. പിന്നെ താഴ്ചകളുണ്ടായത് അതിജീവിച്ചപ്പോഴാണ്. വാക്കിനൊരു മറുപടിയായി ഉണർന്നത് പ്രതിരോധം തീർത്തപ്പോഴാണ്. പെൻഷൻ. വയസ്സ് എത്രയായി? ആരോഗ്യം എത്രയുണ്ട്? നടക്കാൻ കഴിയുമോ? ഉത്തരങ്ങൾ നൽകാതെ പല്ല് കൊഴിഞ്ഞപ്പോഴാണ് ജീവിതത്തെക്കുറിച്ചോർത്ത് ആദി തുടങ്ങിയത്. അദാലത്ത്. പ്രശ്നങ്ങളേറിയപ്പോഴാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. പിന്നെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ദൂരമേറെ പോകേണ്ടി വരികയും ചെയ്തു. രാജ്യാന്തരം. സംസ്കാരങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ പോയപ്പോഴാണ് അതിർത്തികളില്ലാത്ത ബന്ധങ്ങൾക്ക് വിലങ്ങ് വീണത്. തപ്പ്. മനസ്സു നിറയെ ആഘോഷിച്ച് ഹർഷാരവത്തോടെ കൊടിയേറിയപ്പോഴാണ് ആഘോഷങ്ങൾക്കെതിരെ വന്ന ശത്രു വിഷം നിറച്ച് സ്വയം ശത്രുവായി തീർന്നത്. പേക്കിനാവ്. സ്വപ്നങ്ങളിൽ പിറക്കാൻ ആഗ്രഹങ്ങളിൽ ചിറകുകളുയർത്തി ആകാശവിഹായസിൽ പറന്നകന്നത്. നിഴൽ കണ്ണാടി. പിറക്കുന്നതിന് മുമ്പേ നിഴൽ പിറക്കുന്നത് തിരിച്ചറിഞ്ഞത് ജീവിതത്തെ അഗാധമായി സ്നേഹിച്ചപ്പോഴാണ്. കണ്ണാടിക്കാഴ്ച. ഉള്ളിൽ നിന്നൊരു ഇരുണ്ട നിഴൽ പുറത്തേക്ക് ഇറങ്ങിയത് മാനുഷം മനസ്സിൽ നിന്ന് അകന്നുപോയപ്പോഴാണ്.